മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി ബി.ജെ.പിക്ക് ഒരു തുടർഭരണം ലഭിക്കുമോ? ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കിയത് ബി.ജെ.പി നേതൃത്വമാണ്, ആർ.എസ്.എസ് സംഘപരിവാർ നേതൃത്വമാണ്. ഭരണം പിടിച്ചേ തീരൂ. ബി.ജെ.പിക്ക് സംഘപരിവാറിന് ഇന്ത്യയിൽ ഒരു സ്ഥിര ഭരണം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ അവർ ആലോചിച്ചിരുന്നു നേരത്തെ തന്നെ. ഇന്നത്തെ നിലയിൽ 2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബി.ജെ.പി അഭിമുഖീകരിച്ചാൽ ബി.ജെ.പി പരാജയപ്പെടും. ബി.ജെ.പിക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല, ബി.ജെ.പി സഖ്യത്തിനും ലഭിക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ പോലെ ചില ചരടുവലികൾ, ഏതെങ്കിലും കക്ഷിയെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക, അതല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പിളർത്തുക, അങ്ങനെയുള്ള ചില കളികൾ കളിക്കേണ്ടി വരും എന്ന് ബി.ജെ.പി സംഘപരിവാർ നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതൊന്നും വേണ്ട, ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റ് വിഭജനം നടത്തിയാൽ ബി.ജെ.പിക്ക് വൻ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലിൽ ആദ്യം എത്തിയത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റ് വിഭജനം നടത്തിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ സീറ്റ് കുറയും, ഉത്തരേന്ത്യയിൽ സീറ്റ് കൂടും, യു.പി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് ഇരട്ടിയിലധികമാകും. അതുകൊണ്ട് ബി.ജെ.പിക്ക് ഒരു സ്ഥിര ഭരണം അത് വെച്ച് മുന്നോട്ട് പോകാം. ഇതായിരുന്നു ആദ്യത്തെ കണക്കുകൂട്ടൽ. പക്ഷേ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ബി.ജെ.പി ഇതര ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വരെ ബി.ജെ.പിക്ക് എതിരെ നിൽക്കുകയും നീക്കം പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് പുതിയ നീക്കവുമായി വന്നത് ബി.ജെ.പി. എല്ലാ സംസ്ഥാനങ്ങളിലും 50% സീറ്റ് വർദ്ധിപ്പിക്കാം, അപ്പോൾ പ്രശ്നമുണ്ടാകില്ലല്ലോ. ഇതാണ് ലോക്സഭയിൽ അമിത്ഷാ മുന്നോട്ട് വെച്ച ഒരു പോംവഴി. പക്ഷേ അതിലുമുണ്ട് കളികൾ. സീറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കണം, അതിർത്തികൾ മാറ്റിവരയ്ക്കപ്പെടും. അങ്ങനെ അതിർത്തികൾ മാറ്റിവരയ്ക്കുമ്പോൾ ബി.ജെ.പിക്ക് അനുകൂലമായി സീറ്റുകളുടെ എണ്ണം കൂടാൻ കഴിയുന്ന തരത്തിൽ, ബി.ജെ.പിക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുന്ന തരത്തിൽ മണ്ഡലങ്ങളുടെ അതിർത്തികൾ മാറ്റിവരയ്ക്കാം. അങ്ങനെ ഒരു സ്ഥിര ഭരണത്തിലേക്ക് ബി.ജെ.പിക്ക് ആർ.എസ്.എസിന് മുന്നോട്ട് പോകാം. അതാണ് ഇപ്പോഴത്തെ തന്ത്രം. ആ തന്ത്രവുമായാണ് ഇപ്പോൾ ബി.ജെ.പി രംഗത്ത് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി 17, 18, 19 തീയതികളിൽ പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുകയും പുതിയ ബിൽ അവതരിപ്പിക്കുകയും ചെയ്യും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ഇക്കാര്യത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്ത് തീരുമാനം അറിയിക്കാം എന്നാണ് കോൺഗ്രസ് നേതൃത്വം ബി.ജെ.പി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇത് വലിയ കളിയാണ്. ഇന്ത്യയിൽ ബി.ജെ.പിക്ക് തുടർഭരണം ലഭിക്കില്ല എന്ന് ഏറ്റവും ഒടുവിൽ ബി.ജെ.പിക്ക് മനസ്സിലായത് ദില്ലിയിലെ യുവജന വിദ്യാർത്ഥി സമരത്തോടെയാണ്. യുവജനങ്ങൾ, ജൻസി മുഴുവൻ ബി.ജെ.പിക്ക് എതിരായി മാറി. നാം അത് കണ്ടതാണ് ബീഹാറിലെ ബങ്കിപ്പൂരിൽ. ബീഹാറിലെ ബങ്കിപ്പൂരിൽ 33% ജൻസി വോട്ടുകളാണ്. ബീഹാറിലെ ബങ്കിപ്പൂർ മണ്ഡലം എന്നത് ബി.ജെ.പിയുടെ ഉറച്ച മണ്ഡലമാണ്. 1995 മുതൽ ബി.ജെ.പി ജയിച്ചു വരുന്ന മണ്ഡലം. 5 തവണ ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബീൻ വിജയിച്ചു വന്ന മണ്ഡലം. ആ മണ്ഡലത്തിലാണ് ബി.ജെ.പി പരാജയപ്പെട്ടത്. ബി.ജെ.പി നേതൃത്വത്തെ വല്ലാതെ ആശങ്കയിലാക്കിയ പിടിച്ചുകുലുക്കിയ വിജയമായിരുന്നു പ്രശാന്ത് കിഷോറിൻ്റെ, പരാജയമായിരുന്നു ബി.ജെ.പിയുടെ. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി നേരിട്ടിറങ്ങുകയും മുൻ മുഖ്യമന്ത്രി, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ചർച്ച നടത്തുകയും നിതീഷ് കുമാറിനെ തിരിച്ച് സംസ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുകയും ഒക്കെ ചെയ്തത് എന്നത് നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ ബി.ജെ.പിക്ക് മനസ്സിലായി എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന്. ഇങ്ങനെ പോയാൽ അടുത്ത തവണ ബി.ജെ.പി അധികാരത്തിൽ നിന്ന് പുറത്താകും. അതുകൊണ്ട് കുറുക്കു വഴികൾ തേടണം. ഒരിക്കൽ ഉപേക്ഷിച്ചതാണ് മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം. വീണ്ടും ഇതാ കുത്തിപ്പൊക്കുന്നു. അതല്ലെങ്കിൽ അതുമായി വീണ്ടും ഇതാ ബി.ജെ.പി നേതൃത്വം വരുന്നു. കോൺഗ്രസുമായി ആലോചന നടത്തി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ 17, 18, 19 തീയതികളിൽ പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനാണ്. എവിടെ നിന്ന് 3-2 ഭൂരിപക്ഷം ലഭിക്കും ബി.ജെ.പിക്ക്? അതിലും ചില കളികൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തിയത്, മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തിയത്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ DMK ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. DMKയുടെ പിന്തുണ ലഭിക്കും, കാരണം സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നുണ്ട് ആനുപാതികമായി. അതുകൊണ്ട് DMKയെയും കൂടെ നിർത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ ബി.ജെ.പി കണക്ക് കൂട്ടുന്നത്. പക്ഷേ
BJP-യോടൊപ്പം ചേർന്നാൽ തമിഴ്നാട്ടിൽ DMK-യുടെ അവസ്ഥ എന്താകുമെന്നത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാലും DMK-യെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ BJP നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഒരു ആലോചന BJP നടത്തുന്നത്? അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, മുന്നിൽ നിൽക്കുന്നത് പരാജയമാണ് എന്ന്. അതിലേക്ക് പോകണോ, മറ്റു വഴികൾ തേടണോ? ഇതാണ് BJP നേതൃത്വം ചിന്തിക്കുന്നത്. പരാജയം വേണ്ട, ജയിച്ചേ തീരൂ 2029-ലും, തുടർഭരണം ലഭിച്ചേ തീരൂ, അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.